രാവിലെ 11 മണിക്ക്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു 24 hours കൂടെ ഐ തിങ്ക് വി ഹാവ് ടൈം അല്ലേ? 3 മണിക്കുള്ള എന്തെങ്കിലും കറക്ഷൻസ് നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാം. നാളെ രാവിലെ 11 മണിക്ക് സ്കൂളിലാണ്. സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ പത്രികയിൽ കേസസ് ഒക്കെ ഉള്ള ആൾക്കാരുടെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ഭാഗം ക്ലിയർ ആയതുകൊണ്ട് കുറച്ചും കൂടെ സിമ്പിളായിരുന്നു പേപ്പേഴ്സൊക്കെ കൊടുക്കാനായിട്ട്. എന്നാലും ഫിംഗേഴ്സ് ക്രോസ്ഡ് കലാശക്കൊട്ടുകാരെ വളരെ സമാധാനപൂർവ്വം ജനങ്ങൾക്കിടയിൽ പ്രചരണം തുടങ്ങണം. തീർച്ചയായിട്ടും ഇതൊന്ന് അപ്രൂവൽ കിട്ടിയ റോഡ് ഷോകൾ തുടങ്ങുകയായി. ഒരുപാട് അജൻഡാസ് നമ്മുടെ പാർട്ടികളിലെ മുഖ്യധാര പ്രവർത്തകർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫുൾ ടൈം ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ തിരക്കുകളുടെ ഇടയിൽ നോക്കേണ്ട തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇഫ്താർ കിറ്റുകൾ നമ്മൾ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കാനായിട്ട് നമ്മൾ ഓണത്തിന് കൊടുത്ത പോലെ ക്രിസ്മസിന് കൊടുത്ത പോലെ നമ്മൾ ഇഫ്താർ കിറ്റും അറേഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ അമ്മയുടെ ഓഫീസിൽ ഞാൻ പോയി ഞാനിവിടെ കുറച്ച് സമയം ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് ശ്വേത ചേച്ചീനെ എപ്പോഴും ഞാൻ 2 ദിവസം കൂടുമ്പോൾ മെസ്സേജ് അല്ലെങ്കിൽ കോളിലൂടെ ഞാൻ അപ്ഡേഷൻസ് എടുക്കുന്നുണ്ട്, എനിക്ക് തരുന്നുണ്ട്. സോ അതെല്ലാം സ്മൂത്തായിട്ടാണ് ദൈവാനുഗ്രഹിച്ച് ഇതുവരെ പോയിരിക്കുന്നത്. പിന്നെ അവരെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ട്, അവരെല്ലാവരും എൻ്റെ തിരക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനൊരു ഇത് അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആര് വന്നാലും എനിക്ക് സന്തോഷമാണ്. അല്ല വന്നില്ലെങ്കിലും അത് അവരുടെ സാഹചര്യം തിരക്കും കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വരുമ്പം സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷമുണ്ട്. അമ്മയിലെ എല്ലാ സഹപ്രവർത്തകരും ലാലേട്ടനും അമ്മയ്ക്ക് അടക്കം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സമയത്ത് ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് സംസാരിക്കും, എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്ഥലത്ത് പോയി അയാൾ കാല് കയറ്റി വെച്ച് ബഹുമാനമില്ലാത്ത രീതിയിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു കളി എന്തൊരു സ്ഥലത്ത് പോയ സമയത്ത് ക്രിക്കറ്റ് സ്ഥലത്ത് അത് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളും. അല്ല ചേച്ചി ഇരുന്നില്ല, പക്ഷെ ഓപ്പോസിറ്റ് ഇരുന്ന ആള് ചേച്ചിക്ക് ഓക്കെ അത് ഞാൻ എന്തോ ശ്രദ്ധിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയപ്പം ഒരുപാട് പേര് ഓരോ കമൻസ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളുടെ ഡ്യൂട്ടി എന്താ, എല്ലാവരിലേക്ക് എത്തുക പരമാവധി. പിന്നെ അത് അവരുടെ ഒരു ധർമ്മബോധം അനുസരിച്ചിട്ടിരിക്കും. അത് ലീവ് ഇറ്റ്. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കാണുന്നതാണ്. എത്രയോ കമൻസുകൾ വരുന്നു, എത്രയോ മോശമായിട്ടുള്ള കമൻസുകൾ വരുന്നു. അത് അവരുടെ ഡ്യൂട്ടി, അവരുടെ ഒരു ഇഷ്ടം, അവരുടെ ഒരു ആഗ്രഹം, അവരുടെ ഒരു സംതൃപ്തി. ദാറ്റ് ഇറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മത്സരമല്ലേ, അത് ജയവും തോൽവി രണ്ടും ഉണ്ടല്ലോ. ഒരു കോയിന് 2 വശം എന്നുള്ള പോലെ രണ്ടും ഉണ്ട്. പരമാവധി ഞാൻ പരിശ്രമിക്കും. പരമാവധി ഞങ്ങൾക്ക് പാർട്ടിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം 8-ാം തീയതി കലാശക്കൊട്ട് വരെ ഞങ്ങൾ ചെയ്യും. ബാക്കി 9-ാം തീയതി ജനങ്ങൾ വന്ന് അവർ തീരുമാനിക്കട്ടെ. മെയ് 4-ാം തീയതി അതിൻ്റെതായ റിസൾട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണുള്ളത്. ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ നേരിട്ട് പോയാലും ഈ പറയുന്ന ഈ 1-2 പേരുടെ ഒരു ഇതല്ലാണ്ട് ബാക്കി കണ്ട 1000-ഓളം ജനങ്ങൾ, ഇത്രയും ദിവസം കൊണ്ട് കണ്ട 1000-ഓളം ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ പഠിച്ചതുകൊണ്ട്, തൃപ്പൂണിത്തുറയിൽ എൻ്റെ നാടായതുകൊണ്ട്, എൻ്റെ അച്ഛമ്മ അമ്മണിയമ്മ എല്ലാവർക്കും അറിയാം. അമ്മണി മാഡം കൊച്ചുമോളല്ലേ, ഗിരിധരൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥനകൾ ഇങ്ങോട്ട് വിളിച്ച് നമ്പർ കണ്ടുപിടിച്ച് അറിയിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷവും ആത്മവിശ്വാസവുമാണ്. വീണ്ടും മത്സരമാണ്. ചേച്ചി തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലം മാത്രമല്ലല്ലോ ഈ നിയോജകമണ്ഡലം എന്നുള്ളത്, കുറച്ചുകൂടി വൈഡാണ്. അവരിലേക്ക് എത്താനായിട്ട് എന്താണ് ചേച്ചി ചെയ്യുന്നത്? നമ്മൾ കഴിവതും ഇപ്പോൾ ഒരുവിധം പള്ളുരുത്തി ഭാഗത്ത്, നെട്ടൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ, അതേപോലെ പനങ്ങാട് കുറച്ച് ഭാഗങ്ങളിൽ, കുമ്പളം കുറച്ച് ഭാഗങ്ങളിലൊക്കെ പല ഉത്സവത്തിൻ്റെ ഇതായിട്ടും പള്ളിയിലെ പെരുന്നാളുകളായിട്ടും ഒക്കെ അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം കിട്ടിയതിന് ശേഷമാണ് എല്ലാ പ്രദേശങ്ങളിലും റോഡ് ഷോ വയ്ക്കുകയും അതാത് സ്ഥലങ്ങളിലെ മുഖ്യധാര പ്രവർത്തകരെ കാണുകയും അവിടുത്തെ കൗൺസിലർമാരെ ബന്ധപ്പെട്ടിട്ട് പാർട്ടി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതെല്ലാം അതിലേക്ക് ഇനി കിടക്കും. ചേച്ചി അതുപോലെ ഇപ്പം ലക്ഷ്മി ചേച്ചി മത്സരിക്കുന്ന എന്നൊരു വ്യക്തിയായിരുന്നു. ചേച്ചിക്കെതിരെ ഇപ്പം മത്സരിക്കാൻ പറ്റാത്ത രീതി വന്നപ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റും ഭയങ്കര ട്രോളും വന്നിട്ടുണ്ടായിരുന്നു.
ലക്ഷ്മിപ്രിയ ചേച്ചി വിളിക്കുകയല്ലോ ചെയ്തു. ഞാൻ ചേച്ചിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്തോ ചേച്ചി അറ്റൻഡ് ചെയ്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ പുറകെ ചേച്ചി നടന്നതുകൊണ്ടായിരിക്കാം. പിന്നീട് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു ചേച്ചിയും വേണു ചേച്ചിയൊക്കെ പരമാവധി അതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം മാറ്റി മുമ്പിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു എന്ന ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ചേച്ചി ഫോൺ എടുക്കാതെ പോയത്. ഒരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ എന്താ ചെയ്യാൻ പറ്റാതെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക്സ്.